ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് ശ്രീനാരായണ ദർശനം എന്നതാണ്. ശ്രീനാരായണ ദർശനത്തിലേക്ക് കിടക്കുമ്പോൾ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഒരു കാരണം തന്നെയാണ് ഇവിടെ തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ഒരു ഗുരുദേവ ക്ഷേത്രവും ഇവിടെയുള്ള ഭക്തജനങ്ങളും. ശ്രീനാരായണ ഗുരുദേവനെ അറിയുവാനും അറിയിക്കുവാനും ശ്രമിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഓർമ്മകൾ പഴയ കാലഘട്ടത്തിലേക്കൊന്ന് എത്തി നോക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് ഏവർക്കും നല്ല വസ്ത്രം ധരിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നല്ല ഭക്ഷണം കഴിക്കുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ആരുടെ മുന്നിലും നിവർന്നു നിന്ന് വർത്തമാനം പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, അതിൻ്റെയൊക്കെ പിന്നിലെ ചാലകശക്തി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. ഇന്ന് പലർക്കും അതൊക്കെ പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ളതല്ലേ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അല്ലെങ്കിൽ ഗുരുദേവ ശിഷ്യന്മാരുടെ ഏതെങ്കിലും ഒരു വചനം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ പറഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്നുണ്ട്. ഇന്ന് നമുക്ക് ആരെയും വഴക്ക് പറയാം, ആരെയും ചീത്ത പറയാം, ആരോടും മോശമായിട്ട് പെരുമാറാം. പക്ഷേ നമ്മൾ നിയമത്തിൻ്റെ സഹായത്തോടു കൂടി ശിക്ഷിക്കപ്പെടുവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ പോലും നിയമബലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ രാജാവിൻ്റെ കൽപ്പന കല്ലിനെ പോലും പിളർക്കുന്ന കാലഘട്ടത്തിൽ നിന്നാണ് നമ്മുടെ നേതാക്കന്മാരും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനുമൊക്കെ നമുക്ക് വേണ്ടി ശബ്ദിച്ചത് എന്ന ചിന്തയാണ് നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത്. ആ കാലഘട്ടത്തിൽ രാജകൽപ്പനയ്ക്കെതിരായി ഒരു വാക്ക് പറഞ്ഞാൽ അപ്പോൾ തന്നെ അയാളെ വധിക്കുവാൻ അധികാരമുണ്ടായിരുന്ന ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് കുമാരനാശാനെ പോലെയുള്ളവരും ഭഗവാന്റെ മറ്റ് ശിഷ്യന്മാരുമൊക്കെ നമുക്ക് വേണ്ടി വാദിച്ചത്. ഈ അടുത്ത് ഒരു വിവാദമുണ്ടായി. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കണം എന്ന് നമ്മുടെ ആരാധ്യനായ, നമ്മുടെ ആത്മീയ തലസ്ഥാനമായ ശിവഗിരിയിലെ മഠാധിപതി ശ്രീമാൻ ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ഒരു ആഹ്വാനം ചെയ്തപ്പോൾ മറ്റൊരു സമുദായ നേതാവ് പെരുന്നയിലിരുന്നുകൊണ്ട് പറഞ്ഞു, ഇതൊക്കെ പറയുവാൻ ഇദ്ദേഹത്തിന് ആരാണ് അവകാശം കൊടുത്തത്, ഹിന്ദുക്കളുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ ഇദ്ദേഹത്തിന് ആരാണ് അവകാശം കൊടുത്തത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം, 1888 ഭഗവാൻ നമുക്ക് ശിവരാത്രി നാളിൽ ഒരു മഹാശിവനെ പ്രതിഷ്ഠിച്ചു തന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ രാജാവ് ഒരു രാജ്യസഭ അവിടെ ഉണ്ടാക്കുകയുണ്ടായി. അവിടെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട്, ആളുകളുടെ അറിയാൻ വേണ്ടി ഇന്നത്തെ പോലത്തെ ഒരു അസംബ്ലി രൂപീകരിക്കുകയുണ്ടായി. അത് 1903 ആയപ്പോൾ അതിൻ്റെ പേര് പ്രജാസഭ എന്നായിരുന്നു. 1904 പ്രജാസഭ കൂടിയപ്പോൾ ആ പ്രജാസഭയിലേക്ക് നമ്മുടെ സമുദായത്തിൽ നിന്ന് ആകെ ഒരാളെ മാത്രം, കൊല്ലത്ത് നിന്നൊരു പണിക്കരെ മാത്രമാണ് എടുത്തത്. അപ്പോൾ അന്നത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്ന കുമാരനാശാൻ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഭൂരിപക്ഷമുള്ള ഞങ്ങൾക്ക് 24-ലധികം സീറ്റുകൾ തന്നേ പറ്റൂ എന്ന് അദ്ദേഹം വിവേകോദയം വാരികയിലൂടെ അദ്ദേഹം ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. പക്ഷെ രാജാവ് അല്ലെങ്കിൽ അന്നത്തെ ദിവാൻ ഇതൊന്നും കണ്ട് കുലുങ്ങിയില്ല. അദ്ദേഹം ഒരു കാര്യം ചെയ്തു, മഹാകവി കുമാരനാശാനെ പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്തു. പ്രജാസഭയിലെത്തിയ മഹാകവി കുമാരനാശാനോട് ദിവാൻ ചോദിച്ചു, അല്ലയോ കുമാരനാശാൻ, നിങ്ങൾ പറയുന്നുണ്ടല്ലോ 24 പരം സീറ്റുകൾ നിങ്ങൾക്ക് വേണം എന്ന് പറയുവാൻ നിങ്ങളുടെ സമുദായത്തിനാണ് എന്താണ് അവകാശമെന്ന് പറഞ്ഞപ്പോൾ മഹാകവി കുമാരനാശാൻ എഴുന്നേറ്റ് നിന്നിട്ട് വളരെയേറെ ഗൗരവത്തോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, കേരളത്തിൽ ഇരപ്പാളികളില്ലാത്ത ഒരു സമുദായമുണ്ടെങ്കിൽ അത് ഈഴവരാണ്, അതാണ് ഞങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞത് 1904 രാജകൽപ്പന കല്ലേ പിളക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് മഹാകവി കുമാരനാശാൻ അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിന് മഹാകവി കുമാരനാശാന് ശക്തി നൽകിയത് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനാണ്. ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ ജന്തുക്കളല്ലാതെ ഇന്നിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ മാത്രമാണ്. ആ ഗുരുദേവന്റെ ശക്തി കൊണ്ട് മാത്രമാണ് ഇന്ന് ഹിന്ദുക്കൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് നെഞ്ചി വിരിച്ച് നടക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഭഗവാന്റെ പ്രതിപുരുഷനായ സച്ചിദാനന്ദ സ്വാമിക്ക് മാത്രമാണ് അങ്ങനെയൊരു അവകാശം, അങ്ങനെയൊരു കൽപ്പന പുറപ്പെടുവിക്കുവാൻ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൽ യോഗ്യതയുള്ളത് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കുവാൻ പറ്റും, നെഞ്ചി വിരിച്ച് നിന്ന് പറയുവാൻ സാധിക്കും. അതിൻ്റെയൊക്കെ പിന്നിൽ അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനത്തിൻ്റെ പതാകവാഹകരായ ഭഗവത് ശിഷ്യന്മാരാണ് ഇന്നീ കാണുന്ന കേരളത്തെ പുനർസൃഷ്ടിച്ചത്. പക്ഷെ നമുക്കിപ്പോഴും വിശ്വാസമില്ല അല്ലേ? ഇന്നും നമ്മുടെയൊക്കെ സന്ധ്യനാമ കീർത്തനത്തിൽ
അല്ലെങ്കിൽ ഇന്ന് എത്ര പേർ സന്ധ്യനാമം ചൊല്ലുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ചൊല്ലുന്ന കുട്ടികളിലേക്ക് ആദ്യം കൈയ്യടിൽ എടുത്തു കൊടുക്കുന്ന സംഭവം എന്താണ്? സന്ധ്യനാമ കീർത്തനം അല്ലേ? സന്ധ്യനാമ കീർത്തനം തുടങ്ങുന്നത് എങ്ങനെയാണ്? രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. അടുത്ത വരി എന്താ? ഭക്തിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമ. ഇങ്ങനെ ചൊല്ലി പോയിട്ട് ഭക്തിയോടെ സന്ധ്യനാമ കീർത്തനം കതിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമ എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആ രണ്ടാമത്തെ വരിയുടെ പ്രത്യേകത എന്താണ്? ഭക്തിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്കു നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമ രാമ പാഹിമാം. അതായത് ഈ ഭൂമി മുഴുവനും ബ്രാഹ്മണർക്ക് നൽകുവാനായിട്ട് ഭഗവാൻ മഹാവിഷ്ണു അവതരിച്ചു, അദ്ദേഹം ഭാർഗവനായിട്ട് വന്നുദിച്ചു എന്നാണ് നമ്മളെ തെറ്റായി പഠിപ്പിച്ചിരിക്കുന്നത്. അവിടെ തൊട്ട് തുടങ്ങുകയാണ്. നമ്മൾ ഈ നാട്ടിലൊന്നുമല്ല, ബ്രാഹ്മണരാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മേളിൽ നിൽക്കുന്നത് എന്ന മിഥ്യാധാരണകൾ പകർന്നു തന്നുകൊണ്ടാണ് നമ്മളെ വളർത്തിയത്. അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ഈശ്വരൻ ആരാണ് എന്ന് 10 പദ്യത്തിലൂടെ നമുക്ക് വിശദമായി പറഞ്ഞു തരുന്നുണ്ട്. നീ സത്യം ജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കു നീ. അങ്ങനെ 10ലധികം പദ്യത്തിലൂടെ യഥാർത്ഥ ഈശ്വരൻ ആരാണ് എന്ന് പറഞ്ഞു തന്നാലും നമുക്ക് വിശ്വാസം വരും. നമ്മളപ്പോഴും പഴയ ഒരു സിനിമാ ഗാനമുണ്ട്, അത് സിനിമാ ഗാനമാണെന്ന് അറിയാതെ തന്നെ നമ്മൾ വൈകുന്നേരം ഇരുന്ന് പ്രാർത്ഥിക്കും. എന്താണ്? നരനായിങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരീതി നടുവിൽ ഞാൻ, നരകത്തിങ്കെന്നു കരകേറ്റിയിടേണം തിരുവൈക്കം വാഴും ശിവശംഭോ. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരൊക്കെ ഒന്ന് പുറകിലേക്ക് ചിന്തിക്കണം. വൈക്കത്തമ്പലം ചരിത്രം പഠിച്ചു പോകുമ്പോൾ ഏകദേശം 1539 മുൻപ് വരെ ഒരു ബുദ്ധാലയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിവാദമായിട്ട് മാറുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പറഞ്ഞ ക്ഷേത്രങ്ങളൊക്കെ, ഇനി കാണുന്ന ക്ഷേത്രങ്ങളൊക്കെ പുരാതന കാലം മുതൽ ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഈ ക്ഷേത്രങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് തന്നെ ദേവപ്രശ്നങ്ങളും ജ്യോതിഷ താമ്പൂല പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ഒറ്റ ദേവപ്രശ്നത്തിൽ പോലും പറഞ്ഞിട്ടില്ല എന്നെ കാണുവാൻ കൊതിച്ചുകൊണ്ട് അനേകായിരം ആളുകൾ തീണ്ടപ്പാടകലെ നിൽപ്പുണ്ട്, അവരെയൊക്കെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന് ഒരു ദേവനും കൽപ്പിച്ചില്ല. ഒരു ദേവപ്രശ്നത്തിലും തെളിഞ്ഞു വന്നിട്ടില്ല. അന്നും നമ്മുടെ ആളുകൾ അങ്ങ് ദൂരെ മാറി നിന്നുകൊണ്ട് ഒരു വെളിച്ചത്തെ നോക്കി പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നരകം തീർക്കാൻ ഈ ദേഹം അങ്ങ് ഇറങ്ങി വരുന്നത്? നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരേ ഒരു പരബ്രഹ്മസ്വരൂപം മാത്രമേ എഴുന്നള്ളിയിട്ടുള്ളൂ, നമ്മളിലേക്ക് അവതരിച്ചിട്ടുള്ളൂ. അത് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന വിശ്വാസമാണ് പ്രിയമുള്ളവരെ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത്.